गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्रीगुरवे नमः. ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂലൈ 26, 2024. ഈശ്വരനെ സംബന്ധിച്ച് നാം എപ്പോഴും മനസ്സിൽ കരുതേണ്ട സത്യം എന്താണ്? ഭഗവാൻ നമ്മെ പ്രേമപൂർവം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ജീവിതത്തോടുള്ള ശരിയായ മനോഭാവം വളർത്തിയെടുക്കാനും നിലനിർത്താനും നമുക്ക് സാധിക്കട്ടെ. പ്രേമസ്വരൂപരെ, ഈ ലോകത്തിലെ ഓരോ നിസ്സാര കാര്യം പോലും സംഭവിക്കുന്നത് ഈശ്വരന്റെ സങ്കല്പമനുസരിച്ചാണ്. ഈശ്വരന്റെ ചില പ്രവൃത്തികൾ നിങ്ങൾക്ക് വൈഷമ്യങ്ങളും ദുഃഖങ്ങളും വരുത്തുന്നതായി തോന്നാം. അത് നിങ്ങളുടെ വ്യക്തിപരമായ തലത്തിൽ മാത്രമുള്ളതാണ്. എന്നാൽ ഈശ്വരന്റെ സൃഷ്ടിയിൽ അത്തരം ദുഃഖങ്ങളൊന്നുമില്ല. അവിടുന്ന് ചെയ്യുന്നതെന്തും മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ ചിലർ എന്തുകൊണ്ട് ദൈവം തനിക്ക് ഇത്രമാത്രം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നു. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിങ്ങളുടെ മാത്രം സൃഷ്ടികളാണ്. ഈശ്വരന് യാതൊരു വിധത്തിലുള്ള വിവേചനവുമില്ല. അവിടുന്ന് ആരെയും കഷ്ടപ്പെടുത്തുന്നുമില്ല. അവ നമ്മളുടെ തോന്നലുകൾ മാത്രമാണ്. ഈശ്വരന്റെ സൃഷ്ടികൾ എന്തും ജീവികളുടെ സുഖസൗകര്യങ്ങൾക്കു വേണ്ടി മാത്രമുള്ളതാണ്. അതാണ് ഞാൻ എപ്പോഴും ഊന്നിപ്പറയാറുള്ളത്. ദുഃഖമാകട്ടെ സന്തോഷമാകട്ടെ, അതെല്ലാം നിങ്ങളുടെ സന്തോഷത്തിനാണെന്ന് എപ്പോഴും വിശ്വസിക്കുക. ഈശ്വരൻ എന്തുതന്നെ ചെയ്താലും അതെല്ലാം നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണെന്നും അല്ലാതെ കഷ്ടപ്പെടുത്തുന്നതിനു വേണ്ടിയല്ലെന്നും മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത മനുഷ്യൻ എല്ലാ വിധത്തിലുള്ള കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നു. ഭഗവാന്റെ സൃഷ്ടികളുടെ അടിസ്ഥാന സത്യം മനസ്സിലാക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കുക. സന്തോഷം നേടണമെങ്കിൽ ഈശ്വരനെ നിങ്ങളുടെ നായകനായും വഴികാട്ടിയായും തിരഞ്ഞെടുക്കുക. അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ഹൃദയത്തിലിരുന്ന് നിങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. 2004 ഒക്ടോബർ 17 ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം, സായിക്കു വേണ്ടി, സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.